അഖിൽ മാറാറിശ്വെല്ലാം കഴിഞ്ഞ് ഞാൻ കാര്യം പറയാം. അഖിൽ മാറാറ് ഇന്റർവ്യൂകളെല്ലാം കയറി ഇറങ്ങി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അഖിൽ മാറാർ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു തൊപ്പി പാതിരാത്രി എന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞതൊന്നല്ല മുത്ത്, ഞാൻ കാര്യം പറയാം. അല്ല അത് ഞാൻ കാര്യം പറ്റും. അഖിൽ മാറിന്റെ എനിക്കൊരു ദേഷ്യമില്ല, ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഫുൾ ചാറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പേഴ്സണൽ ചാറ്റ് കാണിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല കേട്ടോ. ഒരാളായിട്ടുള്ള പേഴ്സണൽ ചാറ്റ് ഞാൻ ഒരിക്കലും കാണിക്കൂല. ഞാൻ പണ്ടേ ഞാൻ നിർത്തിയ പരിപാടിയാണ്. പക്ഷെ അഖിൽ മാറാർ അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കയറി ഇറങ്ങി ഇങ്ങനത്തെ കാര്യം പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മാൻ ടു മാൻ റെസ്പെക്ട് ഞാനവിടെ കൊടുത്തു. ഓക്കെ, ഞാനവിടെ കൊടുത്തു. അന്ന് അനീഷ് തോറ്റെന്ന് പറഞ്ഞ ദിവസം തന്നെ എൻ്റെ മൊത്തം ഞാൻ ഫുള്ള് ഡൗൺ ആയി. ഞാൻ എന്തായാലും തോൽവി സമ്മതിച്ച് ഞാൻ അത് അങ്ങനെയാണ്, അത് ആണുങ്ങൾ അങ്ങനെ തോറ്റ് കഴിഞ്ഞാൽ തോൽവി സമ്മതിക്കണേ. അപ്പോൾ ഞാൻ തോറ്റു, അഖിൽ മാറാർ ജയിച്ചു, അഖിൽ മാറാർ സപ്പോർട്ട് ചെയ്ത ആൾ ജയിച്ചു, ശരി എന്നെ വാട്ടവർ. പിന്നെ ആ ഒരു ഗെയിം കഴിഞ്ഞോടുകൂടി, അല്ലെങ്കിൽ അനീഷ് ജയിച്ചു, അല്ല അനീഷ് തോറ്റു, അനുമോട് ജയിച്ചു എന്നുള്ള ആ ഒരു റിസൾട്ട് വന്നോടുകൂടി അഖിൽ മാറാറും ഞാൻ തമ്മിലുള്ള ഫൈറ്റ് ഞാനവിടെ തീർന്നോ. അപ്പം ഞാൻ മെസ്സേജ് അയച്ചു രാത്രി. അഖിൽ മാറാർ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിൽക്കും, ഞാൻ വാട്സപ്പ് ചാറ്റ് കാണിച്ചു തരാം. 1 സെക്കൻഡ് ഒന്ന് ലോഡ് ആയിക്കോട്ടെ. ഓഫ് ലോഡ് ഇല്ല എന്നുള്ളത് ചാറ്റ്, വാട്സപ്പ് ഓഫ് ലോഡില്ല. 1 സെക്കൻഡ് ഒന്നാണ് വരാം. തൊപ്പി ഇഷ്യൂ ആണെങ്കിൽ ഒരു 1000 ഇഷ്യൂ ഉണ്ടാവും. തൊപ്പി ഇഷ്യൂ ആണെങ്കിൽ കുറേ സംസാരിക്കാനുണ്ടാവും. ഞാൻ പറയാം. ഓക്കെ, സെക്കൻഡ്. ഇല്ലെങ്കിൽ വേറെ ചാറ്റ് വേണം, വേറെ ആൾക്കാരുടെ മെസ്സേജാണ്. ഞാൻ അഖിൽ മാറാറിൻ്റെ മെസ്സേജ് മാത്രമേ ഞാൻ കാണിച്ചില്ല. ഇത് ഞാൻ ഒരിക്കലും പേഴ്സണൽ മെസ്സേജ് ഒന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ സ്റ്റിൽ ഇതാണ് അഖിൽ മാറാറും ഞാനും തമ്മിലുള്ള ചാറ്റ്. ഇതിൽ വേറെ നമ്പറൊന്നും കാണുന്നില്ലല്ലോ. ചാറ്റ്. ഓക്കെ, ഇതാണ് ചാറ്റ്. അന്ന് ഞാൻ വിനുവിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ നമ്പർ ചോദിച്ചത്. അതിന് ശേഷം മെസ്സേജ് അയച്ചു. കാശ് മേടിച്ചാണ് ജിൻഡൊക്കെ തൊട്ട് ചേർന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. തൊപ്പി വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ വിഷയങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ, ഗുഡ് നൈറ്റ് അങ്ങനെ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ അങ്ങനത്തെ ലെവലിൽ സംസാരിച്ചല്ലോ. അത്രയും കാലം ഞാൻ ചേട്ടാന്ന് വിളിച്ചത് പെട്ടെന്ന് എൻ്റെ ദേശത്തിൻ്റെ പുറത്ത് ഞാൻ ഇടപെടാൻ വിളിച്ചല്ലോ. അപ്പം ഞാൻ ഒരു ഫോർമലായിട്ടൊരു സോറി പറഞ്ഞു, അപ്പോളജീസ് ഫോർ ബാഡ് ബിഹേവിയർ ലേറ്റ്ലി, ബൈ. അത് കഴിഞ്ഞ് ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു. പുള്ളി തിരിച്ചു പറഞ്ഞാൽ എല്ലാം അനിയനും ചേട്ടനുമായിട്ടുള്ള ഒരു സ്നേഹമുള്ള വഴക്ക്, അങ്ങനെ വർഷത്തെ നിർത്തി. ഓക്കെ, അതവിടെ തീർന്നു. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. അല്ലാണ്ട് ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് രാത്രി അനീഷ് തോറ്റപ്പോഴേക്ക് ഞാൻ ഫുള്ള് ഇതായി കരഞ്ഞ് കാല് പിടിച്ച് മപ്പ് പറഞ്ഞു, അങ്ങനെ ഒന്നല്ല. ഓക്കെ, ജസ്റ്റ് അതൊരു മാൻ ടു മാൻ റെസ്പെക്ട് ആണ്. ഞാനത് എന്നോട് ഇങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കാണിക്കും ആൾക്കാരോട്, മനസ്സിലാവും. പണ്ടത്തെ ഞാനാണെങ്കിൽ അതൊന്നും കാണിക്കൂല. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയാണ്. ഇപ്പം എനിക്ക് അങ്ങനെ ആരുമായിട്ട് ഒരു ലോങ് ടേം എന്താ പറയുക ഒരു ഗ്രഡ്ജ് വെച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കാം. പിന്നെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഞാനുമായിട്ട് ഫൈറ്റ് പിടിക്കുന്ന ആൾക്കാരെല്ലാം നേരെ എടുത്ത് എൻ്റെ പേഴ്സണൽ ഇതിടും, മനസ്സിലായി. നിന്നെ വീട്ടിൽ കയറ്റി വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ലടാ, നിന്റെ സ്വന്തം വീട്ടുകാർക്ക് നിന്നെ വേണ്ടല്ലോടാ, അങ്ങനത്തെ എല്ലാം പറയും. അങ്ങനത്തെ ഒന്നും അഖിൽ മാറാർ പറഞ്ഞില്ല. അതന്നെ വലിയ കാര്യം. ഓക്കെ, അപ്പം അതങ്ങനെ തീർന്നു. ഓക്കെ, എനിവേസ് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഐ അക്സെപ്റ്റ് മൈ ഫെയിലിയർ. നമുക്ക് അടുത്ത കൊല്ലം നോക്കാം. അടുത്ത കൊല്ലം ഞാൻ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് അത് ഞാൻ പ്രോപ്പറായിട്ട് എനിക്കൊന്ന് കുറച്ച് മുന്നേ തന്നെ ഈ ഫൈനൽ ആവുന്നതിന് കുറേ ദിവസം മുന്നേ തന്നെ നമ്മൾ ഒരാളെ ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മൾ ഇതിന് ഇറങ്ങണം, അതിന് വേണ്ടി സംസാരിക്കണം, എന്നാലേ അത് നടക്കണം. ഓൾറെഡി കുറേ ലേറ്റ് ആയത് മാത്രമല്ല, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കാണുന്നത് ഒരു 10% വളരെ കുറച്ച് ശതമാനമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ അനുമോളെല്ലാം ജയിച്ചാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം അത്രയും ഫാമിലി ഓഡിയൻസ് ഈ കേരളത്തിലുണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നടാ, മനസ്സിലായി. കുറേ ഓളെ പണ്ട് മുതലുള്ള സ്റ്റാർ മാജിക്കിന്റെ ഓഡിയൻസ്, ഈ TV സീരിയൽ ഓഡിയൻസ്, ഈ ടെലിവിഷൻ ഓഡിയൻസ് വേറെ തന്നെയാണ്. ഈ എനിക്കിപ്പോൾ മനസ്സിലായത് ഭയങ്കര ഒരു റിയലൈസേഷൻ ആയിരുന്നു. നമ്മളെ ഈ ജെൻസി ഓഡിയൻസ് ഒന്നും അല്ല, ഇതെല്ലാം വളരെ കുറവാണ്. ടെലിവിഷൻ ഓഡിയൻസ് എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു നമ്പറാണ് അവിടെ ഉള്ളത്. അവിടെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. 1,00,000 മോള് വോട്ട് മറിഞ്ഞൂല, അത് ഭയങ്കര ഇതാണ്. എങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ 2 ദിവസം അതിനെ പറഞ്ഞു പറഞ്ഞില്ലേ, നമ്മള് 2 ദിവസം പറ്റില്ല, ഒറ്റ ദിവസം അല്ലേ പറ്റുള്ളൂ. ആ ഒറ്റ ദിവസം അല്ല പറയുന്ന കേട്ടതാ. ഇതെന്താ സ്ക്രീനില്